പ്രവചനം പറയുമ്പോൾ നിരസിക്കുന്നവരുണ്ട്. അത് എന്നെ കുറിച്ചല്ല, അതൊന്നും വിശ്വാസമൊന്നും ഇല്ലെന്ന്. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നു പ്രവചനം തുച്ഛീകരിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മെക്കാളും അല്പം അഭിഷേകം കുറഞ്ഞവരാണെങ്കിൽ പോലും നമ്മെ നടത്തുന്നവരെ നമ്മൾ ബഹുമാനിക്കണം. അവർക്ക് കീഴടങ്ങി തന്നെ നമ്മൾ ആയിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ 7 കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. നാളുകൾ നമ്മൾ ശക്തിപ്പെടേണ്ടത് ആവശ്യമാണ്. അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. അപ്പോസ്തല പ്രവൃത്തികളിൽ വചനം പറയുന്നു, 4-ാം അധ്യായം വായിക്കുമ്പോൾ കർത്താവിനോട് തന്റെ മക്കൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. നമുക്ക് വായിക്കുമ്പോൾ 4-ാം അധ്യായം 27-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധ ദാസന് വിരോധമായി ഹെരോദാവും പൊന്തിയോസ് പീലാത്തോസും ജാതികളും ഇസ്രായേൽ ജനവുമായി ഈ നഗരത്തിൽ ഒന്നിച്ചുകൂടി സംഭവിക്കണമെന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും മുൻ നിയമിച്ചതൊക്കെയും ചെയ്തിരിക്കുന്നു സത്യം. ഇപ്പോഴോ കർത്താവേ അവരുടെ ഭീഷണികളെ നോക്കണമേ. നമ്മൾ ഈ നാളുകളിൽ ഉണർന്ന് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ദൈവജനത്തിനെതിരെ ഭീഷണി മുഴങ്ങിയിരിക്കുകയാണ് എല്ലായിടത്തും. ഹല്ലേലൂയ. വടക്കേ ഇന്ത്യയിൽ ആകമാനം കർത്താവിന്റെ മക്കൾക്കെതിരെ എല്ലാവരും എഴുന്നേറ്റിരിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്തിൽ അവിടെയായി തുടങ്ങിയിരിക്കുന്നു ഈ ഭീഷണികളെയൊക്കെയും. അത് കർത്താവിനെ പ്രസംഗിക്കുമ്പോൾ, കർത്താവിനെ ആരാധിക്കുമ്പോൾ, കർത്താവിന്റെ നാമമഹത്വത്തിനായി നിൽക്കുമ്പോൾ അതിൽ നിന്നേക്ക് കൊണ്ടുപോകുവാൻ, അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ ശത്രു വളരെയധികം ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ, പീഡനം വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഉണർന്ന് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യം. ഹല്ലേലൂയ. ഇപ്പോഴും കർത്താവേ അവരുടെ ഭീഷണികൾ നോക്കണമേ. സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധദാസന യേശുവിന്റെ നാമത്താൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടും കൂടി പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. നാളുകളിൽ നമ്മുടെ പ്രാർത്ഥന അതായിരിക്കട്ടെ. വചനം പ്രസംഗിക്കുന്നവർ പൂർണ്ണ ധൈര്യത്തോട് ദൈവാത്മാവിൽ പ്രസംഗിക്കുവാൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നു, വചനം പ്രസംഗിക്കുന്നവൻ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നാളുകൾ ആരൊക്കെ വചനം പ്രസംഗിക്കുന്നു, ആൺ പെൺ വ്യത്യാസമെന്ന്, പ്രായഭേദമെന്ന്, വിദ്യാഭ്യാസം ഉള്ളവരെന്നോ ഇല്ലാത്തവരെന്നോ ഒരു ഭേദവും കൂടാതെ എല്ലാവരും എന്റെ കർത്താവിനെ ഉയർത്തുക. പൂർണ്ണ ധൈര്യത്തോടെ ഈ ദൈവത്തെ ഉയർത്തുവാൻ തക്കവണ്ണം നമ്മുടെ പ്രാർത്ഥന ഏറ്റവും അത്യാവശ്യം. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എന്ത് സംഭവിച്ചു എന്നാണ് വചനം പറയുന്നത്. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുമ്പോൾ ധൈര്യത്തോടെ വചനം പ്രസ്താവിക്കുവാൻ, ധൈര്യത്തോടെ മറ്റുള്ളവരിൽ സുവിശേഷം എത്തിക്കുവാൻ എല്ലാം ദൈവം സഹായിക്കും. നമ്മുടെ പ്രാർത്ഥന ആത്മാർത്ഥത ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം ദൈവസന്നിധിയിൽ കരയുവാനും പ്രാർത്ഥിക്കുവാനും ഏറെ കഴിയും. നമുക്ക് എല്ലാവർക്കും നന്നായി കഴിയും. ദൈവം